കോഴിക്കോട് ചേവരമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിലൊരു വലിയ ഗർത്തം രൂപപ്പെട്ടു. ഗോൾഫ് ലിങ്ക് റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ ഗർത്തത്തിൽ അടുത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താ സംഭവിച്ചത്? എപ്പോഴാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടിയത്? ഇപ്പോൾ ഗർത്തം അടച്ചോ? വാട്ടർ അതോറിറ്റിക്കാരൊക്കെ എത്തിയോ? എന്താ അവസ്ഥ? അരുൺ, ഏതാണ്ട് 8 മണിയോട് കൂടിയാണ് ഈ സംഭവം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം റോഡിൻ്റെ നടുഭാഗം പൂർണ്ണമായും താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മലാപ്പറമ്പിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ചേവരമ്പലത്തേക്ക് എത്തുന്ന ഗോൾഫ് ലിങ്ക് റോഡ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ പാതയുടെ നടുവിലായിക്കൊണ്ട് പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. ഇതിൽ 2ഓളം പൈപ്പുകൾ പോകുന്നുണ്ട്. അതിൽ ഏതാണ്, അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൈപ്പ് ലൈൻ ആണോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഇവിടേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വന്ന് പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യത്തിൽ കാണാം അവിടെ ഒരു ബാരിക്കേഡ് മാത്രം വെച്ചിട്ടുണ്ട്. ഈ റോഡ് പൂർണ്ണമായും അടയ്ക്കാൻ കഴിയില്ല, കാരണം അത്ര കണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. അതുകൊണ്ട് ഒരു വശത്തു കൂടി ഗതാഗതം ഇപ്പോഴും സാധ്യമാക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ആഴത്തിലേക്ക് ഇത് റോഡ് താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ചേട്ടൻ എത്ര മണിക്ക് സംഭവിക്കുന്നത്? ഇതൊരു ഇപ്പം പൈപ്പ് പൊട്ടിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് പൊട്ടിയതിന് ശേഷം പിന്നെ ഈ പുഴ പോലെയാണ് ഈ പിന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചളിവെള്ളം ഉൾപ്പെടെയുള്ള വന്ന് അതിൻ്റെ കടകളിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം കയറി. ഈ 2 കടകൾ പള്ളിക്കലിൻ്റെ സൈഡിൽ കൂടെ കയറി. അതുപോലെ തന്നെ പാർട്ടി ഓഫീസ് CPM-ൻ്റെ ഓഫീസിനകത്തേക്ക് വെള്ളം കയറി. 1 മണിക്കൂർ ആകെ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. കാരണം ജനങ്ങൾക്കറിയാം ഇത് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അത്രയും അതിരൂക്ഷമായിട്ടാണ് വെള്ളം പൊങ്ങി വന്നിട്ടുള്ളത്. ഇതിലിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതരൊക്കെ വന്നിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പോലീസ് വന്നു, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വന്നു, പിന്നെ നാഷണൽ അതോറിറ്റി ആളുകൾ ഇവിടെ വന്നു പരിശോധിച്ച് പോയതാണ്. പിന്നെ ഇത് 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ഗർത്തം, അത് ഈ പൈപ്പ് ഇവിടെ പൊട്ടുന്നത്. 8 വർഷത്തിനപ്പുറം ഓരോ കൊല്ലം കൂടുമ്പോൾ തന്നെ പൈപ്പ് പൊട്ടുന്നത്. അന്ന് ചെറിയ പൈപ്പായിരുന്നു. അതിനുശേഷം വലിയ പൈപ്പ് ഇട്ടതിന് ശേഷം 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ സംഭവം ഉണ്ടാകുന്നത്. അരുൺകുമാർ, നമുക്ക് മറ്റൊരു ദൃശ്യത്തിലേക്ക് കൂടി പോകാം. ഈ റോഡിൻ്റെ നടുവശത്ത് ഈ പൈപ്പ് ലൈൻ പൊട്ടുന്നു. അതിന് ശേഷം പിന്നീട് റോഡിൻ്റെ അരികിലേക്ക് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാമെന്ന് കരുതുന്നു. പൂർണ്ണമായും ചെളി നിറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര കണ്ട കുടിവെള്ള പൈപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെളി നിറഞ്ഞ സ്ഥിതിവിശേഷമുണ്ട്. ഇവിടുന്ന് അല്പം കൂടി താഴേക്ക് പോയി കഴിഞ്ഞാലും മറ്റ് കടകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ആ റോഡിൻ്റെ നടുവശത്ത് പൂർണ്ണമായും താഴ്ന്നു പോയിരിക്കുന്നു. അതേസമയം തന്നെ അരികിലുള്ള കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പൊളിഞ്ഞു നീങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്വാഭാവികമായും ഇത് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതിന് സമയം എടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു സ്വാഭാവിക ഘടന പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ വാഹന ഗതാഗതം അത് പൂർണ്ണതോതിൽ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി സമയം എടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിൻ്റെ ആളും അതുപോലെ തന്നെ ട്രാഫിക് പോലീസൊക്കെ ഇവിടെ വന്നു പോയതാണ്. ഈ വാൽവ് എപ്പോഴാണ് അടച്ചിട്ടുള്ളത്? ഇത് വാൽവ് പൊട്ടി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അയച്ചു. പക്ഷേ അപ്പോഴേക്കും കടകളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം കയറി കഴിഞ്ഞു. പുഴ പോലെ ഇങ്ങനെ ഒഴുകിയിരുന്നു. ഇവിടെ ധാരാളം വെള്ളം ഇങ്ങനെ പുഴയിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിയിരുന്നു. അവിടെ കടകളിൽ, പള്ളിയിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ധാരാളം വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയത്തിന് സമാനമായൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് സംഭവിച്ചപ്പോൾ ഒരു പ്രളയത്തിന് സമാനമായ അവസ്ഥയായിരുന്നു. ഞാൻ വിചാരിച്ചു എവിടുന്ന് അത്രയും വെള്ളം വരുന്നത് പെട്ടെന്ന് വിചാരിച്ചു പോയി. എന്തായാലും വരുൺ, ഇനിയിപ്പോൾ ഇത് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ സമയമെടുക്കുന്ന കാര്യത്തിൽ തർക്കമില്ലാതെ റോഡ് പൂർണ്ണമായും വൃത്തിയാക്കി മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ താൽക്കാലികമായി ഗതാഗതം ഇതിലൂടെ പോകുന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ റോഡിലൊരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ ഏതെങ്കിലും വാഹനം പോകുമ്പോഴാണ് ഇടിഞ്ഞ് താഴ്ന്നതെങ്കിൽ അപകടമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 വീലർ ആണെങ്കിലും. എന്നാലും ഭാഗ്യത്തിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല.